ഏവർക്ക് ശുഭദിനം. ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ യാത്ര തുടങ്ങി. എനിക്കിപ്പോൾ നോക്കാൻ വേണ്ടി പറ്റുന്നില്ല, അത്രയ്ക്ക് ചൂടാണ്. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുള്ളൂ. പക്ഷെ ചൂടിന് ഒരു കുറവുമില്ല, ഇപ്പോഴേ ചൂട് വന്നു. നമ്മളെ ഗോദാവരി പുഴ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൃഷിയിടങ്ങൾ കൂടുതലായിട്ടും നെൽകൃഷി മാത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. മറ്റ് കൃഷികളൊന്നും കണ്ടിരുന്നില്ല. ഇന്നലെ മഴ പെയ്തിട്ടില്ല. ഓക്കെ, ഇതുണ്ട്, നല്ല വിശാലമായ നെൽപ്പാടങ്ങളാണ് ചുറ്റും. ഇനി വേറെ കൃഷി ഉണ്ടോയെന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം, പോയി നോക്കാം. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അരക്കുവാലയാണ്. അതിൻ്റെ ഇടയിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മറന്നു. ഞാനിപ്പോൾ വരുന്ന വഴി ധാരാളം ബസ്സുകൾ, നമ്മുടെ കേരള ബസ്സുകൾ പോകുന്നത് കണ്ടിട്ടായിരുന്നു. അതായത് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ബംഗാളിലേക്കും ആസാമിലേക്കെല്ലാം പോകുന്ന ബസ്സുകളാണ്. ഞാനൊരു ബസ്സുകാരോട് കയ്യിനെ കൊണ്ട് കായ് കാണിച്ചായിരുന്നു, പക്ഷെ അവർ കണ്ടില്ല. കാരണം അവരങ്ങനെ സ്പീഡിലാണല്ലോ പോകുന്നത്. ഇപ്പം എവിടെന്നെങ്കിലും ഏതെങ്കിലും ബസ്സിനെ ട്രോളെന്നോ അല്ലെങ്കിൽ വലിയ പെട്രോൾ പമ്പ് കാരണം കാണാൻ പറ്റുമോ നോക്കാം. മനോഹരമായ കൃഷിയിടങ്ങളാണ് ഇങ്ങോട്ടൊക്കെ ഉള്ളത്. നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് ഏകദേശം നമ്മുടെ വിത്തിട്ടിട്ട് ഞാറ് വലുതായതാണ്. ഇവിടെയൊക്കെ ഇപ്പം ഇടുന്നത്ര, ഈ ഒരു ഏരിയയിലൊക്കെ ഇടുന്നത്ര വിത്ത്. ധാരാളം പണിക്കാരുണ്ട് അങ്ങത്തോളം. നല്ല മനോഹരമായ ഒരു ഏരിയ. ഇതിപ്പോൾ ടൂണി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഇടയിൽ പനകളും കൃഷിയും മൊത്തത്തിലൊരു നല്ലൊരു കാഴ്ചകൾ. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ബോജാനക്കൊണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ 4ാം സെഞ്ച്വറിയിൽ നിർമ്മിച്ച ധാരാളം ക്ഷേത്രങ്ങളാണ് ഇവിടെ ഉള്ളത്, പാറേൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ ഈ വിശാഖപട്ടണം റൂട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാണേണ്ട ഒരു സ്ഥലം കൂടിയാണിത്. ഇത് നമ്മൾ വരുമ്പോൾ അനക്കാപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് വിശാഖപട്ടണത്തു നിന്ന് ഏകദേശം ഒരു 45-50 കിലോമീറ്റർ ബാക്കിലായിട്ടുള്ള അനക്കാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് നമുക്ക് ഈ ബോജാനക്കൊണ്ടയിലേക്ക് വരാം. ഇനി നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ നോർത്ത് ഈസ്റ്റ് യാത്ര ചെയ്യുന്നവർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചൊന്ന് ഉണ്ടാവാലി കേവ്. കൂടാതെ ഈ ഒരു സാധനം, ഇത് വായിച്ചിടത്തോളം ഇതൊരു അടിപൊളി സാധനമാണ്. കാരണം ധാരാളം ഹിസ്റ്റോറിക്കൽ പ്ലേസിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്കതും 7th 8th സെഞ്ച്വറി ടൈമിലാണ് ചെയ്തത്. ഇത് 4ലാണ്. അതെൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. എന്ന് നമുക്ക് ആ കാഴ്ച കാണാം. ഇവിടെ എൻട്രൻസ് ഫീ ഒന്നുമില്ല, പക്ഷെ നിർബന്ധമായിട്ടും ആധാർ കാർഡ് വേണം ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. കാരണം ഫോട്ടോ എടുത്തതും പോരാ. ഇവിടെ നിന്ന് ആൾക്കാരോടൊക്കെ നിർബന്ധമായിട്ടും ആധാർ തന്നെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് കയറിയാണ്. സ്റ്റെപ്പിൻ്റെ മുകളിലാണിത് നമ്മളീ കാണുന്ന സ്ഥലം. ഇത് ഇവിടെ അനക്കപ്പള്ളിയിൽ ശങ്കരം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിന് ചുറ്റുമായിട്ട് കിടക്കുന്ന മലനിരകളിലുള്ള ഒരു ഗുഹയാണ്, ഗുഹാക്ഷേത്രമാണ്.
ഇത്രയും സൈക്കിളെ ഓട്ടിയിട്ട് നടക്കുമ്പോൾ കൊതക്കുന്നു. പിന്നെ കൂടാതെ ഇവിടെ 2-3 സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് ഇതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട്. ഒന്ന് ഭോജനക്കൊണ്ട, പിന്നെ ലിംഗലക്കൊണ്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇത് രണ്ടും അടുത്തടുത്താണ് ഉള്ളത്. ഇത് AD 4-നും 9-നും ഇടയിലാണ് ഈ ഒരു ഇതൊക്കെ നിർമ്മിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ബുദ്ധമതം ശങ്കരത്തിൻ്റെ, അതായത് നമ്മുടെ ഇവിടെ ഈ ശങ്കര എന്ന് പറയുന്ന ഗ്രാമത്തിൽ ബുദ്ധമതം വ്യാപകമായപ്പോൾ ഉണ്ടായ ആ ഒരു സമയത്താണ് ഈ ഒരു ഇത് നിർമ്മിച്ചത്. ഭോജനക്കൊണ്ടയുടെ യഥാർത്ഥ പേര് ബുദ്ധിനക്കൊണ്ട എന്നാണ്. ഞാനിപ്പോൾ കയറി 1ാമത്തെ സ്റ്റേജിലെത്തിയ മനോഹരമായ ഒരു ഗ്രാമമാണ്. മൊത്തം വയലേലകളാണ്. ഇപ്പോൾ നമ്മുടെ എവിടെ എത്തി. ആദ്യം തന്നെ നമ്മുടെ വലതുവശത്ത് എനിക്ക് ഏറ്റവും ആകർഷണമായി തോന്നിയ ഒരു സാധനം തന്നെ ഇവർക്ക് കാണിച്ചു തരാം. കല്ലിൽ കൊത്തിയെടുത്ത വർക്കുകൾ കണ്ടില്ലേ, കെട്ടായിട്ട്. ഇത് ശരിക്കും നോക്കുമ്പോൾ എന്തോ ഒരു രൂപം പോലെയുണ്ട്. ഈ കല്ലുകൾ വർഷങ്ങളോളം പഴക്കമുള്ള കല്ലുകൾ ഇത് മുകളിലോളം ഉണ്ട് കേട്ടോ. ഇതെനിക്കൊന്ന് ഒരു സ്റ്റെപ്പ് മോഡലാണ് മുകളിലോളം കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ വർക്കുകളുള്ളത്. എന്തൊക്കെയാണ് കാഴ്ചകൾ. ധാരാളം പഠിക്കുവാനും കാണുവാനും ഉണ്ട്, അറിയുവാൻ. ഇതിൻ്റെ ഉള്ളിലേക്ക് അവരിപ്പം ഗേറ്റ് ഇപ്പോൾ ലോക്കാക്കിയിട്ടാണ് ഉള്ളത്, പൂട്ടിയിട്ടിട്ടാണ് ഉള്ളത്. അല്ലെങ്കിൽ ഇത് തുറന്നിനോ ഓപ്പൺ ആണോ അല്ല കേട്ടോ, ഇപ്പം അപ്പം നമുക്ക് കയറാം. ഞാൻ ചെരുപ്പൂരി, പെർമിഷൻ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇനി നമുക്ക് ഈ കാഴ്ചകളൊന്ന് കാണാം. ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് സൈലൻ്റായിട്ട് അവരിതെടുത്തിയാണ്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് മെല്ലെ നടക്കാം. വർക്കുകൾ ധാരാളമുണ്ട്. ഞാൻ വരുമ്പോൾ ഇവിടത്തേക്ക് സത്യം പറഞ്ഞ് ഇന്നിവിടെ എത്തേണ്ട ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഒരു 1.5 മണിക്കൂറൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങി വന്നു. പിന്നെ ഇപ്പോൾ അതായത് ഇങ്ങോട്ടേക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10:30 to 11:30 12 മണി വരെയാണ് ചൂട് കൂടുതലുള്ളത്. അതിന് ശേഷം ചൂടില്ല. അപ്പോൾ 1 മണി വരെ കിടന്നിട്ട് പിന്നെ ഒറ്റ ചവിട്ടിയതാണ്. ഇവിടേക്ക് ധാരാളം കല്ലിന് കൊത്തിയെടുത്തിട്ടുണ്ട് വർക്കുകൾ, ധാരാളമുണ്ട്. ഇപ്പം നമ്മുടെ മുകളിലെത്തി.
ഇതിൻ്റെ ഉള്ളിലും ഇവിടെ ഗേറ്റ് ഓപ്പണാണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ പോകും. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കട്ടെ. കാണുന്നുണ്ടല്ലേ? ടോർച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, പക്ഷെ ടോർച്ച് നമ്മുടെ ബാഗിലായിപ്പോയി. ബാഗ് ഞാൻ താഴെ വെച്ചിട്ടാണ് വരുന്നത്. ഞാനിതിങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ ടോർച്ച് എടുക്കുമായിരുന്നു. നല്ല കല്ലിൽ കൊത്തിയെടുത്ത വർക്കുകൾ. ഇതിൻ്റെ സൈഡിൽ കൂടി ഇതിൻ്റെ മുകളിലേക്ക് കയറേണ്ട വഴിയുണ്ട്. അപ്പോൾ നമുക്ക് മെല്ലെ മുകളിലേക്ക് കയറാം. നമ്മളെ മറ്റൊരു സാധനം അങ്ങ് കാണുന്നുണ്ട്, ഒരു കുന്നുണ്ട്, അതിൻ്റെ മുകളിലാണ് നമ്മുടെ മറ്റേ സാധനം. വേറെ ഒന്ന് ഇതിൻ്റെ സൈഡിൽ കൂടിയുണ്ട്. ഉപ്പറേ ഒരാളവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുകളിലെന്താ കാണാനുണ്ടോ എന്നുള്ളത്. അപ്പോൾ മുകളിലെന്തോ ഉണ്ട്, ആൾക്കാരുണ്ട്. നമുക്ക് മുകളിലേക്ക് പോവാം. അതിൻ്റെ ഇടയിൽ പാറേൻ്റെ ഷേപ്പ് ഉണ്ടോ. ശരിക്കും ഇതിൻ്റെ വഴി കുറച്ച് താഴ്ന്ന മുകളിലേക്കാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ വന്നതിൻ്റെ അടുത്ത് തന്നെ മുകളിലേക്കൊരു ചെറിയൊരു കല്ലിട്ട് വഴി കണ്ടുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് കയറി വന്നതാണ്. ശരിക്കും വഴി ഇതാ ഇതിൻ്റെ താഴേന്ന് മുകളിലേക്കാണ്.
അതുകൊണ്ട് ഒരു ചെറിയൊരു നടത്തല്ല, വലിയ റിസ്ക് വഴിയൊന്നുമല്ല, നോർമലി നമുക്ക് നടന്നിട്ട് വരാം. സുഹൃത്തുക്കൾ, ഇതാണ് മഹാസ്തൂപ. ഇത് അതിൻ്റെ ഒരു പാർട്ടായിട്ട് വരുന്നൊരു സാധനമാണ്. നമ്മളിപ്പോൾ പുറത്ത് കാണുന്ന ഇതൊക്കെ പുതിയതാണ്. ഇതിൻ്റെ അടിയിലുണ്ടായിരുന്നു, അതവരൊന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതുക്കി കിട്ടിയതാണ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി അത്ര വലിയ പരിചയമില്ല. ഇവിടെ ഉള്ള ഒരാളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞത്, ഭയ്യ ഊപ്പർ കാ പെർമിഷൻ ഊപ്പർ ജാൻ. അപ്പോൾ ഇത് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതുകൊണ്ട് പെർമിഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാണ്. അത് നമുക്ക് പോവാം. പിന്നെ ഇവിടെ എൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടാകുമ്പോൾ പിന്നെ അവരോട് ചോദിക്കാണ്ട് നമ്മൾ പോകുന്നത് മോശമല്ലേ. ഇത്രയും ഞാൻ ഗോപ്രോ ക്യാമറയിലാണ് എടുത്തത്. അപ്പോൾ ഇവർ ആക്ച്വലി ഗോപ്രോ ക്യാമറ അലോട്ടഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം എന്ത് ചെയ്തു, ഇത് മൊബൈൽ എടുക്കുന്നത്. ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മാറ്റാം. ചില സ്ഥലങ്ങളിലൊന്നും മൊബൈൽ ക്യാമറയൊന്നും അലൗട്ടഡ് അല്ല, അമ്പലങ്ങളിലായാലും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആദ്യമേ നോക്കി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ക്യാമറ പുറത്തെടുക്കുകയില്ല. മൊബൈൽ മാത്രം എടുത്തിട്ട് അതിൽ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അത് പിന്നീട് മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ചില സ്ഥലങ്ങളിൽ ഇപ്പം നമ്മൾ കഴിഞ്ഞ നമ്മുടെ വീഡിയോ ഉണ്ടല്ലേ, ശ്രീരംഗത്ത് പോയവരും മൊബൈൽ യൂസ് ചെയ്യാൻ ചില ഏരിയകളിൽ, പക്ഷെ നമ്മൾ ക്യാമറ പുറത്തെടുക്കുമ്പോഴായിരിക്കും അവർക്ക് മൊത്തം പ്രശ്നം വരിക. അപ്പം പിന്നെ നമ്മൾ എന്ത് ചെയ്യും, മൊബൈലിലെടുത്തിട്ട് അതങ്ങ് സ്റ്റെബിലൈസ് ചെയ്ത് വിടും. പിന്നെ പരിപൂർണമായിട്ട് എടുക്കാൻ പറ്റൂല എന്നൊന്ന് പറയുന്ന സ്ഥലങ്ങൾ ഒരിക്കലും എടുക്കില്ല. ശരിക്കും യുനെസ്കോ ഹെറിറ്റേജ് സ്പോട്ടിലൊക്കെ നമ്മൾ ക്യാമറ യൂസ് ചെയ്യും. കാരണം ധാരാളം വീഡിയോകളും ഇതൊക്കെ വരുന്നുണ്ട്. നേരെ മറിച്ച് 100% നമ്മൾ ഒരിക്കലും ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും ഞാൻ വീഡിയോഗ്രാഫി ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. ചില സ്ഥലങ്ങളുണ്ട്, ഒരു ഫോർമാലിറ്റിക്കൊക്കെ പറയുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാഴ്ചകൾ അടിപൊളിയാണ്, മനോഹരമായ വയലാണ്. കാരണം ഇതൊന്നും നോക്കത്ത ദൂരത്തോളം കിടക്കുന്ന വയലുകളാണ്. നമ്മൾ വരുമ്പോഴും ഈ ഒരു കാഴ്ചകൾ തന്നെയാണ് ധാരാളം ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ റൗണ്ട് ചെയ്ത് ഇവിടെ എത്തി. ഇനി നമുക്ക് മറ്റേ സ്ഥലത്ത് പോവാം. നമ്മൾ ആദ്യം കയറാൻ വിട്ട സ്ഥലം ഇതിൻ്റെ ഒരു ഭാഗമാണ്. മെല്ലെ കയറാം, എന്താണെന്ന് നോക്കാം. ഇവിടെ മുൻപ് ആ ഒരു സമയത്ത് ഒരു താമസ ഫെസിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഉള്ളൊരു സ്ഥലങ്ങളാവാം ഇത്. കാരണം സെക്കൻഡ് സ്റ്റേജിലാണ് ഈ ഒരു ഘടനയുള്ളത്. ഒരു സ്റ്റേജും ചിലപ്പോൾ നമ്മളെ സർവകലാശാല മോഡൽ, അതായത് പഠിക്കുന്ന പഠന കേന്ദ്രങ്ങളും ആ ഒരു സ്ട്രക്ചറാണുള്ളത്. ഇതൊക്കെ പുതിയ കല്ലുകളാണ്, പക്ഷെ ഇതിൻ്റെ അടിയിൽ ആ ഒരു പഴയ രീതിയുണ്ട്. ഇതൊക്കെ പഴയ സ്റ്റൈൽ കല്ലുകളാണ്. ഇതിൻ്റെ ആ ഒരു പഠന കേന്ദ്രമാണ്. കാരണം അവരിത് കാണുന്നില്ല, ആ ഒരു സെറ്റപ്പ് അങ്ങനെയാണുള്ളത്. ഇതിൻ്റെ ചുറ്റുവട്ടത്തിന് നമ്മളിപ്പം നടക്കുന്നില്ല. കാരണം ആ ഒരു കാഴ്ച തന്നെ, ഇതിൻ്റെ ഒരു ബൗണ്ടറി ആയിട്ട് ആ ഒരു കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. വയൽ കിട്ടുകിട്ടുക്കാച്ച് വയലുകൾ. അതിൻ്റെ മുകളിൽ ഒരാൾ കയറിയിട്ട് കണ്ടു ഞാനിപ്പോൾ, ഒരു കുട്ടി. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചാൽ അതിൻ്റെ മുകളിലേക്ക് പ്രവേശനമില്ല എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ചുമ്മാ ഒരു കുട്ടിയെ കാണുന്നുണ്ടോ? ചുമ്മാ നമുക്കൊന്ന് ചോദിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ അവിടെ കയറിയിട്ട് ഈ ഒരു പാറേൻ്റെ ഒരു സ്ട്രക്ചർ വഴിയുണ്ട് കേട്ടോ. ആ കുട്ടി കയറുന്ന വഴിയില്ല, അത് കുറച്ച് റിസ്ക്കാണ്. പിന്നെ വേണ്ട, ഞാൻ കയറുന്നില്ല. കാരണം നമുക്ക് ഇവിടെ നിന്ന് ആ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ലെവല് വേറെയാണ്. കാരണം അതിൻ്റെ റൗണ്ട് നമ്മളിപ്പോൾ ഒരിക്കൽ അടിച്ചുവല്ല, അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ റൗണ്ട് ഒന്ന് പായിപ്പിക്കാം. ആൾക്കാരൊക്കെ റിസ്ക് എടുത്തിട്ടാണ് കയറുന്നത്. പിന്നെ ഇനി കയറണ്ട, പോട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു കാഴ്ച, ഞാനിപ്പോൾ തിരിച്ചു പോകുമ്പോൾ കേട്ടോ സുഹൃത്തുക്കൾ കണ്ടത്, ഒരു കല്ലിൽ വേറൊരു, ഇതൊക്കെ അടിയിൽ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ പഴയ ഒരു ഇതാണ്, അതിപ്പം പുതുക്കി എടുത്ത് വരുന്നതാണ്. മറ്റൊരു സ്ട്രക്ചർ ഞാനിപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഞാൻ അങ്ങോട്ട് പോകുമ്പം കണ്ടില്ലായിരുന്നു. കല്ലിൽ
ഇത് കണ്ടോ, പക്ഷെ ഇത് സിമെൻറ്റ് പോലെ തോന്നുന്നുണ്ട് എനിക്കൊന്ന്. ഇത് ഇളകിയെടുത്ത് ചിലപ്പോൾ ഇവർ, ഞാൻ ദൂരെ നോക്കുമ്പോൾ വേറെ എന്തോ ഒരു സാധനം പോലെ ഫീൽ ചെയ്തു. പക്ഷേ ഇത് ഇളകിയെടുത്ത് ഇവരെന്ത് ചെയ്തു, ഇളകി പറഞ്ഞ കല്ലിൽ ഇവരെന്ത് ചെയ്തു, എക്സ്ട്രാ പീസ് വെച്ച് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ദൂരെ നോക്കുമ്പോൾ ഒരു സ്ട്രക്ചർ കണ്ടിട്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് ഇതുപോലെ ഇളകിയ പീസില്ലേ, അതൊക്കെ ഒരു പീസ് സിമെൻറ്റ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. നമ്മൾ കയറി വരുമ്പോൾ ഇവിടുന്ന് ഇതുവഴിയാണ് നമ്മുടെ മുകളിൽ പോയ സ്തൂപത്തിലേക്ക് പോകേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടുന്ന് കയറി ഇവിടുന്ന് മുകളിലേക്കൊരു വഴി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ തിരിച്ചിറങ്ങുകയാണ്. തിരിച്ചിറങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങ് ആ ഒരു മലേൻ്റെ മുകളിൽ വേറൊരു സാധനം കൂടിയുണ്ട്, അതും കൂടി നമുക്ക് കാണാം. ഇപ്പം സമയം 5 മണിയായി. നമ്മൾ കയറിയ വഴി അടുത്ത വശത്തേക്കാണ് ലിംഗകോണ്ടയിലേക്ക് പോകേണ്ടത്. ഇനി നമ്മൾ അവിടത്തേക്കാണ് നമ്മുടെ യാത്ര. ഇതും മോശമില്ലാത്ത സ്റ്റെപ്പാണ്. കയറി വരുമ്പോൾ വലത്തോട്ടേക്കൊരു വഴി കാണിക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയൊരു പാറക്കെട്ടേ ഉള്ളൂ. ഞാൻ പോയി നോക്കി, നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടേക്കാണ്. രണ്ട് പാറകൾക്കിടയിലുള്ള മനോഹരമായ ഒരു വഴിയാണ്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ഒരു വഴിയായിട്ട് തന്നെ ഉണ്ട്. എത്ര ദൂരം നടക്കണമെന്ന് അറിയത്തില്ല. മരത്തിന് പറ്റിപ്പിടിച്ച വേരുകൾ കണ്ട. നമ്മളിവിടെ എത്തി. ഇവിടെയുള്ള കാഴ്ചകളാണ് നാം ഇപ്പോൾ കാണുന്നത്. പാറകളിങ്ങനെ ഉരുണ്ടൻ പാറകൾ ഉരുട്ടിയെടുത്തൊരു സംഭവം. താഴെ മുഴുവൻ ചെറിയ ചെറിയ, നമ്മുടെ ലഡാക്ക് റീജിയണിലെല്ലാം നമ്മൾ പോയാൽ കാണുന്നൊരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു മോഡൽ. ഇതിപ്പം ചെറിയൊരു പാറകൾ ഉരുട്ടിയെടുത്ത് ഇതിൻ്റെ മുകളിലുള്ള വർക്കുകൾ, പിന്നെ വലിയൊരു പാറേൻ്റെ മുകളിൽ വലിയൊരു വർക്ക്.
ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നടക്കേണ്ട ഒരു ചെറിയൊരു വഴിയുണ്ട്. നമ്മൾ ഈ ഒരു സ്മാരകത്തിലൊന്നും ചവിട്ടാതെ ഇത് കണ്ടോ, ഇതുപോലെ പാറേൻ്റെ ഗ്യാപ്പിൽ വഴിയുണ്ട്. ആ ഒരു ഗ്യാപ്പ് കൂടെ മാത്രമാണ് ഞാൻ നടക്കുന്നത്, ഇതൊന്നും തൊടാതെ. ചില യാത്രക്കാരുണ്ട് ഇതൊക്കെ എങ്ങനെ നശിപ്പിക്കാമെന്നുള്ള ഒരു ഫോട്ടോ സെക്ഷൻ, അതായത് ഒരു സെൽഫി മൈൻഡിന് വേണ്ടി മാത്രം ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇതിനൊരു ബഹുമാനിക്ക പോലും കൂടാതെ. ഞാൻ കേവുകളിലൊക്കെ വരുമ്പോൾ ചെരുപ്പ് കൂരിയിട്ട് മാത്രമാണ് ഞാനൊക്കെ കയറാറ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തി. നമ്മളങ്ങ് ദൂരെ കാണുന്ന മലയാണ് നമ്മുടെ മറ്റേ സ്ഥലം, അവിടെ നിന്നാണ് നമ്മളിപ്പോൾ വന്നത്. ഇനിയിപ്പോൾ ഏകദേശം ഈ ഒരു കാഴ്ചകൾ കണ്ട് മെല്ലെ താഴേക്ക് തിരിക്കാം. അതിൻ്റെ ഇടയിൽ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊരു സ്ഥലം ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ ഒരു വഴി പോലെ പോയത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഗ്യാപ്പിൽ ഇവിടെ എവിടെയും ഗ്യാപ്പില്ലേ, ഇതാ ഈ ഗ്യാപ്പിറ്റാണ് ഞാൻ വന്നത്. അപ്പം അതെന്താ സംഭവം കൂടി നമുക്കൊന്ന് നോക്കാം. എവിടെ ഒരു വഴി ഞാൻ അങ്ങോട്ടേക്ക് പോയതുപോലെ കണ്ടിട്ടുണ്ട്. ഈ വഴിയല്ല. അപ്പോൾ വരുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നാണ് അവർ വഴി കണ്ടത്. ഞാൻ ഇതിൻ്റെ താഴെ വശത്തു നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ച് പോകേണ്ടത് നമ്മളിപ്പം അങ്ങോട്ടേക്കാണ്. എന്താ താഴെ നിന്നാണ് കയറിയത്. ഞാനിപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സൈഡിൽ നിന്നാണ് ഞാനിപ്പോൾ കയറി വന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, മനോഹരമായ കാഴ്ചകൾക്കപ്പുറത്ത് ഹിസ്റ്റോറിക്കൽ പ്ലേസ് എപ്പോഴും എൻ്റെ ഒരു ക്രേസാണ്. ഈ ഒരു 5 to 6 സാങ്ച്വറിയിലുള്ള ഈ ഒരു വർക്കുകൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. ധാരാളം ഹിസ്റ്റോറിക്കൽ പ്ലേസുകൾ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു വർക്കുകൾ ഞാൻ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കായിരുന്നു. കാരണം പാറക്കില്ലേ, കാണുന്നില്ലേ, ഇതിപ്പോൾ ഓരോ പാറേൻ്റെ ഇടയിലുള്ള വർക്കുകൾ ഇതിലും കാണുന്നില്ലേ, ആ ഒരു സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ആസ്വദിച്ചിങ്ങനെ ഇരുന്ന്. പിന്നെ മനോഹരമായ പ്രകൃതി സൗന്ദര്യമാണ് ചുറ്റുമുള്ളത്. നല്ല വയലുകൾ, ഒരു അസ്തമയ കാഴ്ച ഇടയ്ക്ക് വന്ന് മിസ്സായി. അപ്പം നമുക്ക് ഇവിടുന്ന് തിരിക്കാം. ഞാൻ ഈ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു സ്റ്റാഫ് വന്നിനായിരുന്നു. അപ്പോൾ സ്റ്റാഫ് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയൊക്കെയാണ്, എന്താണ് യാത്രയെക്കുറിച്ച്, അപ്പോൾ എങ്ങനെയാണ് താമസം. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തു, ഇതിൻ്റെ പുറത്ത്, അതായത് നമ്മുടെ ഈ ഗുഹയുടെ പുറത്ത് പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അവിടെ ടെൻ്റ് അടിച്ചോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ സ്റ്റേ അവിടെയാണ് പ്ലാൻ ചെയ്യുന്നത്. കൂട്ടത്തിൽ മറ്റൊരു കാര്യം പറഞ്ഞ്, തിരിച്ച് നീ ഇറങ്ങുമ്പോൾ, സ്റ്റാഫ് വേറൊരു ആവശ്യത്തിന് ഇവിടെ മുകളിൽ കയറിയായിരുന്നു, തിരിച്ച് പോകുമ്പോൾ നമുക്കൊന്നിച്ച് എൻ്റെ വീട്ടിലേക്ക് പോവാം, അവിടുന്ന് നമുക്ക് ഇന്നത്തെ രാത്രി ഭക്ഷണം വീട്ടിൽ നിന്നൊക്കെ ആക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പം കുറച്ച് കാഴ്ചകൾ കൂടി വരുന്ന വഴിക്ക്, അതായത് ഈ വേറൊരു സൈഡ് ഉണ്ടായതായിരുന്നു ഈ ഒരു കാഴ്ച. അപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു, വന്ന് കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് പോകുമ്പോൾ സ്റ്റാഫിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോവും. അപ്പോൾ ടെൻ്റ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ട് പോകേണ്ട ഒരു പരിപാടിയാണ് ഉള്ളത്.
സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ സുഹൃത്തിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സുഹൃത്തിൻ്റെ ഫാമിലി. ഫസ്റ്റ് नाम क्या है? महोदय वर्किंग बोना वर्किंग इन आर्कियोलॉजिकल सर्वे ऑफ इंडिया बोजनकोंडा ओके. महोदय पापा नाम रघुराम. वर्किंग बिजनेस. मम्मा नाम रमादेवी. प्रधान है. ओके. पढ़ता है ना? कंप्लीटेड बीटेक. ഓക്കെ, സന്തോഷം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. ആന്ധ്രയിൽ വന്നിട്ട് ഒരു വീട്ടിൽ യാദൃച്ഛികമായിട്ട് വന്ന് എന്താ പറയുക, ഫുള്ളി ഹാപ്പിയാണ്. ഇതാണ് ചോറ് മുട്ടക്കറിയാണ്. തോടായ പ്രോബ്ലം. ഓക്കെ, അപ്പം ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വിശേഷം. ചങ്ങാതിമാരെ, നല്ല ചോറ്, മുട്ടക്കറി, രസം, വെള്ളം. എന്തായാലും ഞാൻ പറഞ്ഞില്ല, വളരെ യാദൃച്ഛികമായിട്ട് എവിടെയോ കിടക്കുന്ന ഞാനാണ് ഇവിടെ എത്തിയത്. ഇതെല്ലാം ഒരു യാത്രയുടെ ഭാഗ്യമാണ്. നമ്മുടെ സുഹൃത്ത് എന്താ ഇങ്ങനെ യാത്ര ഗംഭീരമായിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. ഞാനിവിടെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും ഹാപ്പി. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് വിട വാങ്ങിയാണ്. അപ്പോൾ ഇവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട്, അപ്പോൾ ജനുവരിയിൽ ഇവിടെ ഭോജനക്കൊണ്ടയിൽ ഇവരുടെ വില്ലേജിൽ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അപ്പം യാത്രാവേളകളിൽ നിർബന്ധമായിട്ടും ഇവിടെ ഞാൻ വരുന്നതാണ്. മിക്കവാറും ആസാം അല്ലെങ്കിൽ നമ്മുടെ സിലിഗുരി ഭാഗത്തായിരിക്കും ഇവിടെ ഉണ്ടാവുക. ആ സമയത്ത് തീർച്ചയായിട്ടും ഇവിടെ വരും, ഇവരിവിടെ കൂടും. അപ്പോൾ ഓക്കെ, ബൈ. ഓക്കെ.